ഹലോ. ഇപ്പോൾ കോഴിക്കോടൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കണവ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളക് കുത്തിയരിഞ്ഞത്, ഒരു സവോള, ഒരു തക്കാളി കൊത്തിയരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ഇനി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ചേർത്തൊന്ന് യോജിപ്പിച്ച് അതിൻ്റെ നടുക്ക് ഒരു കുഴി കൊത്തി കുറച്ച് കണവ കൊത്തി വരുന്നത് ഒന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ട് കണവയിലോട്ട് നിറച്ച് കൊടുക്കണം. കുറച്ചൊരു മെസ്സിയാണ്, അതുകൊണ്ട് നിറച്ച ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. കണവയൊക്കെ ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. അതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് ഒരു മസാല ഉണ്ടാക്കി അതൊന്ന് പുരട്ടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഫ്രൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കണവ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. കോഴിക്കോടൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ഇതുവരെയും കഴിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഈ റെസിപ്പി എന്താണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ.